ഹായ്, അപ്പൊ ഞാൻ അതിരടി കണ്ടു. അടിപൊളി പടം, നല്ല വൈബ് പടം. യങ്സ്റ്റേഴ്സിന് പെട്ടെന്ന് കണക്ട് ആവും, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിന്. നമ്മളെപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോളേജ് സ്റ്റോറീസ് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്റ്റോറീസ് പറയാൻ നമ്മൾ വിട്ടുപോകുന്നല്ലോ. പക്ഷെ ഇത് അതിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ബ്രില്യൻസ് ആണ് മൂവി. ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ മൂവിയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ടോവിനോയുടെ ലുക്ക്, ആക്ഷൻ എല്ലാം അടിപൊളി. പിന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, ഓഫ് കോഴ്സ് പുള്ളിയാണ് ഹീറോ, അടിപൊളിയാണ്. പിന്നെ വിനീതേട്ടന്റെ വോയിസ്, വിനീതേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. വിനീതേട്ടന്റെ അഭിനയം കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷെ പുള്ളിക്കാരന്റെ വോയിസ് പോലും പലയിടത്തും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ട് ആവും ഈ മൂവിയില്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആക്ടർ നമ്മുടെ സ്വന്തം ഷാൻ റഹ്മാൻ. ഒരു രക്ഷയില്ല, ഹ്യൂമറസിന്റെ അങ്ങേയറ്റാണ് പുള്ളി ഈ സിനിമയില്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് കണ്ട സിനിമയില് എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ എനിക്ക് സിനിമ കണ്ടു വന്നതിന് ശേഷം ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടി. കുറേ മൂവീസ് നമ്മൾ കാണാൻ പോകുന്ന ആളായതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും നമുക്ക് കണക്ട് ആവൂല. അതുപോലെ പലതിലും എന്തൊക്കെയോ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ എനിക്ക് ആകെപ്പാടെ പേഴ്സണലി എനിക്കുള്ളൊരു ഒപ്പീനിയൻ ഈ മൂവിയിൽ മെയിൻ ആയിട്ടും തോന്നിയത്, ഇത്രയും ലെങ്ത് ആക്കണ്ടായിരുന്നു മൂവി. കുറച്ചുകൂടി ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചുകൂടി ഒന്ന് മാസ് കയറ്റി അവതരിപ്പിക്കാമായിരുന്നു. സിനിമാറ്റോഗ്രാഫറൊക്കെ വേറെ ലെവലാണ്. അതുപോലെ എഡിറ്ററിന്റെ കാര്യം എടുത്തു പറയണം. നമ്മൾ വിചാരിക്കുന്ന സാധനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് 100% തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ പോയി 1 ടൈം ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടിരിക്കണം. അടിപൊളി സിനിമയാണ്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഞാൻ പോയതാണ്. ഞാൻ പ്രോപ്പറായിട്ട് അതിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ട് കൂടിയില്ല. ജസ്റ്റ് നമ്മള് ചെറിയൊരു എന്തോ ബിറ്റോ കാര്യങ്ങളോ എന്തോ കണ്ടതൊക്കെ ഉള്ളൂ. മൊത്തത്തിൽ എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്. ഞാൻ അതിന്റെ ട്രെയിലർ പോലും പ്രോപ്പറായിട്ട് കണ്ട ഒരാളല്ല. ടൊവിനോയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസിൽ ജോസഫിനെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പോയി സിനിമ കണ്ടു. പക്ഷെ എനിക്ക് ഈ പറയുന്ന എക്സ്പെക്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു നോർമൽ ആവറേജ് പടം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ വിചാരിച്ചതിലും നല്ല പടമാണ്. മൊത്തത്തിൽ നല്ല വൈബ് പടമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിരിക്കും. പിന്നെ ഇത് യങ്സ്റ്റേഴ്സ് എന്ന് ഞാൻ മെയിൻലി പറഞ്ഞത് കോളേജ് ബേസ്ഡ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. ഒന്നും അൺപ്രഡിക്റ്റബിൾ ഒന്നും അല്ല, എല്ലാം സാധാരണ സംഭവങ്ങളാണ്. പക്ഷെ നമുക്ക് ആ ഒരു മൂവി എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് ആണ്, അത് ഇതിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ ഇത് എത്രത്തോളം ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് റിഫ്ലക്ട് ചെയ്യുമെന്ന് എനിക്ക്